നമ്മൾ ജിന്നുകളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടിട്ട് കലക്കലുണ്ട്. അമ്മ അബുവാലബിനെ കേട്ട് പൊരിച്ചിട്ടുണ്ട് ഒരാള്. അത് ഞങ്ങൾ ഫേസ്ബുക്കിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും കേൾക്കുമ്പോൾ അതൊക്കെ തട്ടിപ്പാണല്ലേ, അതൊക്കെ വെട്ടിപ്പാണല്ലേ. മനസ്സിലായ നിങ്ങൾക്ക്? എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, മുസന്നീഫു തഖ്വീമുൽ ലിസാനി മുലഖബുൻ വസ്വാഹിബു കശാഫി സമാഉ ശമഖ്സരി. തഖ്വീമുൽ ലിസാനി എന്ന കിതാബ് നമ്മൾ ദർസ് ഓതുമ്പോൾ അവസാനത്തിൽ കണ്ടൊരു ബൈത്താണത്. അതിന്റെ അർത്ഥം വെക്കാൻ ഒരു 90% മുതഅല്ലിമീങ്ങൾക്കും കഴിയൂല. ഞാൻ നിരവധി ദർസിൽ പഠിച്ച് കോളേജിൽ പോയ മൗലവിമാരെ ഇരുത്തിയിട്ട് ചോദിച്ചു, ഒരാൾക്കും അർത്ഥം വെക്കാൻ കഴിയുന്നില്ല. ഇരിക്കട്ടെ, അതിൽ പറഞ്ഞ സമഖ്ശരി എന്ന് പറഞ്ഞൊരു പണ്ഡിതനും മഹാനായ യഹ്യാ ഉലൂമുദ്ദീനിന്റെ മുസന്നിഫായ 123 കിതാബ് രചിച്ച മഹാനാണ് ഹുജ്ജത്തുൽ ഇസ്ലാം അബീ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി. ഈ ഗസാലി ഇമാമ തങ്ങൾ വലിയ തികഞ്ഞ ആലിമാണ്. ഒരു ജിന്നിന്റെയും ബാക്കിൽ മൂപ്പര് പോയിട്ടില്ല. പക്ഷേ ആ ഗസാലി ഇമാമിനെ തേടി ജിന്നുകൾ ഇങ്ങോട്ട് വന്നിരുന്നു. മാത്രമല്ല ഗസാലി ഇമാമിന് ബാത്റൂമിലേക്ക് വെള്ളത്തിന്റെ ബക്കറ്റ് കൊണ്ടുപോയി വെക്കണോ, ശിഷ്യന്മാരവിടെ ഇല്ലെങ്കിൽ ഈ ജിന്നുകളായ മക്കൾ കൊണ്ടേ കൊടുത്തിരുന്നു. പല ഖിദ്മത്തും അവർ ചെയ്തിരുന്നു. അങ്ങനെ ഗസാലി ഇമാം ഒരു കിതാബ് രചിച്ചു. ആ കിതാബിന്റെ ആമുഖത്തിൽ പറഞ്ഞു, എനിക്കൊരുപാട് ജിന്നുകൾ ഖിദ്മത്ത് ചെയ്യാറുണ്ട്, ഞാൻ പറഞ്ഞ പല പണികളും അവർ കേൾക്കാറുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സംഗതി വാഴലൊക്കെ നല്ല കേൾക്കാൻ നല്ല ഇമ്പമുള്ള ശൈലിയാണ്. എന്താ ചെയ്യുക? തലേക്കെട്ടും കെട്ടി ഒരു പച്ച ഷാളൊക്കെ ഇട്ടിട്ട് ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രസംഗിക്കുകയാണ്. എന്തിനു വേണ്ടിയാ പ്രസംഗിക്കുന്നത്? ജിന്നു മഹ്ലറയിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടിയിട്ട്. ഇത് എനിക്ക് മറുപടി പറഞ്ഞതാണ്. അതിൻ്റെ തുടക്കത്തിൽ പറയുന്നത് കേൾക്കുന്നില്ലേ? ഒരാളിങ്ങനെ അബു അലവിയെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് ഇങ്ങനെ പൊരിക്കലുണ്ട് എന്ന് എനിക്ക് മറുപടി പറഞ്ഞതാണ്. ഇങ്ങനെ മറുപടി പറഞ്ഞ് ജിന്നു മഹ്ലറ പോലെയുള്ള ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാത്ത കാര്യങ്ങളെ ഈ തലേക്കെട്ടുകാര് പറഞ്ഞ് ശരിയാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നിട്ട് കൊണ്ടുവന്ന ഉദാഹരണമോ മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൻ ഗസാലി റഹിമഹുല്ല. മഹാനവറുകൾക്ക് ജിന്നുകൾ ഖിദ്മത്ത് ചെയ്തിരുന്നു എന്നതാണത്രേ ഇവരുടെ ജിന്നു മഹ്ലറയ്ക്ക് തെളിവ്. എന്തു പറയാനാണ്? ജിന്നുകൾ അങ്ങനെ ഒരു സൃഷ്ടിയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കൽ നിർബന്ധമാണ്, തർക്കമൊന്നുമില്ല. ജിന്നുകൾ മനുഷ്യർക്ക് ഖിദ്മത്ത് ചെയ്യും, സേവനം ചെയ്യും എന്നതും ഒരു വസ്തുതയാണ്. അതിനെയും എതിർക്കാൻ പറ്റില്ല. നമ്മൾ എതിർത്തത് എന്തിനെയാണ്? അതിനല്ലേ മറുപടി എന്തെങ്കിലും പറയേണ്ടത്? ഈ വിഷയത്തിൽ ഞാൻ എത്ര കിതാബുകൾ എടുത്തുദ്ധരിച്ചു. മഹാനായ ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി റഹിമഹുള്ളയുടേതടക്കം എത്ര കിതാബുകൾ എടുത്തുദ്ധരിച്ചു. അതിനെക്കുറിച്ചൊന്നും പരാമർശമില്ലാതെ ഇമാം ഗസാലി റഹിമഹുള്ളയ്ക്ക് ജിന്നുകൾ ഖിദ്മത്ത് ചെയ്തു എന്നതാണത്രേ ഇവരുടെ ജിന്നു മഹ്ലറയ്ക്ക് വലിയ തെളിവ്. എന്റെ ചങ്ങാതിമാരെ, നിങ്ങളുടെ ജിന്നു മഹ്ലറ നടത്തുന്ന ആളുകൾ ഇമാം ഗസാലിയോളം വലുതായ ആളാണോ? നമ്മളിവിടെ ജിന്നു മഹ്ലറയെ എതിർക്കുന്നത് എന്താണ്? അതുമായിട്ട് ജിന്നുകളുമായിട്ടുള്ള മുജാലസത്ത്, മുസാഹബത്ത്, സഹകരണം, അവരെ ഉപയോഗിക്കൽ. ഇയാൾ തന്നെ ആ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ഇമാം ഗസാലി ഒരു ജിന്നിന്റെയും ബാക്കിൽ പോയിട്ടില്ല എന്ന്. ഇവര് ചെയ്യുന്ന പണി എന്താ? ജിന്നുകളെ ഇങ്ങനെ നിരന്തരം ഹാളിറാക്കുകയാണെന്നല്ലേ അവകാശപ്പെടുന്നത്. സ്വാലിഹീങ്ങളായ ജിന്നുകൾ തലമുറകളായി കൈമാറി കിട്ടിയ ഇവരുടെയൊക്കെ അടിമകളെ പോലെ ഇങ്ങനെ ഖിദ്മത്ത് ചെയ്യുന്ന കുറെ ജിന്നുകളെ ഹാളിറാക്കുകയാണെന്ന ഇവരുടെ അവകാശവാദം. എന്നിട്ട് എനിക്ക് മറുപടി പറയാൻ കൊണ്ടുവന്ന തെളിവിലോ പറയുന്നത് ഇമാം ഗസാലി റഹിമഹുല്ല ജിന്നുകളുടെ ഒന്നും ബാക്കിൽ പോയിട്ടില്ല. അതാ ഞങ്ങൾ പറയുന്നത്, ജിന്നുകളുടെ ബാക്കിൽ പോകരുത്. അത് അപകടം ചെയ്യും, ഈമാൻ നശിപ്പിക്കും. ദുനിയാവിൽ കുറെ പണം കിട്ടിയതാണോ നിങ്ങളുടെ വലിയ നേട്ടം? ഇപ്പൊ ആ മൗലിയാർ വന്ന് പറയുന്നുണ്ട്, ജിന്നു മഹ്ലറയെ വിജയിപ്പിച്ച ആളുകൾക്കൊക്കെ നന്ദി എന്ന് പറഞ്ഞാൽ ഇവരുടെ അടുത്തേക്ക് കുറെ ആളുകൾ വരുന്നുണ്ട്. ആളുകൾ വരുന്നു എന്നതാണോ ഒരു കാര്യം സത്യമാണ് എന്നതിന്റെ തെളിവ്? അല്ലെങ്കിൽ അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്നതാണോ ഒരു കാര്യം ശരിയാണ് എന്നതിന്റെ മാനദണ്ഡം? ഇപ്പൊ നൂറെ ഹബീബ് എന്നും പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടല്ലോ. ആ പരിപാടി എന്താണ്? അവരും അവകാശപ്പെടുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ ആളുകൾ അടിക്കടി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. ആളുകൾ കൂടുന്നതാണോ ഇസ്ലാമിൽ ഒരു മാനദണ്ഡം? ഇസ്ലാമിൽ ശറ എന്തു പഠിപ്പിച്ചു അതിനെ അനുസരിച്ചല്ലേ ഒരു കാര്യം പറ്റുന്നതും പറ്റാത്തതുമാകുന്നത്.
ഇപ്പൊ നൂറെ ഹബീബിന്റെ ആ മജ്ലിസിനെ വിമർശിച്ചു എന്നതിന്റെ പേരിൽ ഒരു സ്ത്രീക്ക് ക്യാൻസർ വന്ന് വയറു പൊട്ടി മരിച്ചു എന്നാണ്. ഞാൻ മുമ്പ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു ആത്മീയ നേതൃത്വം കൊടുക്കുന്ന ആൾക്കിത് പറയാൻ കഴിയുന്നത്? അവരെ വിമർശിച്ചാൽ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരും, മരണപ്പെടും. അല്ലെ, അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടതല്ലേ? അവസാനം എന്നെ പൂട്ടിക്കുമെന്ന് പറഞ്ഞ റമദാൻ ആകുമ്പോഴത്തേക്ക് വയറ് പൊട്ടി ക്യാൻസർ വന്നു. കേട്ടോ, എന്നെ പൂട്ടിക്കുമെന്ന് പറഞ്ഞ് അവസാനം അടുത്ത റമദാൻ ആയപ്പോഴേക്കും വയറു പൊട്ടി ക്യാൻസർ വന്നു മരിച്ചു എന്നാണ്. ഇദ്ദേഹത്തെ വിമർശിച്ചതിന്റെ പേരിൽ ഒരു സ്ത്രീക്ക് സംഭവിച്ച കാര്യത്തെ എടുത്തു പറയാണ്. ഇവരാണത്ര ആത്മീയ മജ്ലിസുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. അഹ്ലുബൈത്താവുക എന്നത് അള്ളാഹു നൽകുന്ന അവന്റെ ഒരു ഔദാര്യമാണ്. ആ ഔദാര്യം കിട്ടിയ ആളുകൾ അതിനെ കച്ചവടത്തിന് വെക്കുകയാണ്. എന്തൊക്കെയാണ് ടാഗ് ലൈൻ കൊടുക്കുന്നത്? അഹ്ലുബൈത്തിന്റെ കൂടെ സ്വർഗത്തിലേക്ക്, അഹ്ലുബൈത്തിന്റെ കൂടെയുള്ള ആത്മീയ മജ്ലിസ്, അഹ്ലുബൈത്തിന്റെ കൂടെ ഉംറയ്ക്ക് പോകാം. ഈ അഹ്ലുബൈത്ത് എന്ന് പറയുന്ന ഒന്നിനെ വിൽപ്പനയ്ക്ക് വെച്ച് പണം ഉണ്ടാക്കുകയാണ്. അതിലേക്ക് പോകുന്ന ചില ആളുകൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഓരോ ദിവസവും നയന മനോഹരമായ ഫള് പറയാണെന്നാണ്. എന്നിട്ട് അതിങ്ങനെ വീഡിയോയിൽ പിടിച്ച് ആളുകളെ കാണിക്കാൻ. എന്തിനാണ് ഇത് പരസ്യം ചെയ്യുന്നത്? എൻ്റെ വിശ്വാസികളെ, നിങ്ങൾക്ക് തലച്ചോറിന്റെ ചിന്തിച്ചുകൂടെ? ഇവരിത് പരസ്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ? ഇത് വിൽപ്പനയാണ്, ബിസിനസ്സാണ്, കച്ചവടമാണ്. ആളുകൾ കൂടാൻ വേണ്ടിയല്ലേ ഇവരിത് പരസ്യം ചെയ്യുന്നത്? ഇല്ല, ഇവരങ്ങനെയൊന്നും ആളുകളെ കൂട്ടി അതിൽ നിന്ന് ലാഭമുണ്ടാക്കി അവരുടെ ദുനിയാവ് വളർത്തണമെന്ന ഉദ്ദേശമൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഇവര് ഈ ഫളിൽ ഇങ്ങനെ ദിനം പ്രതി പറയാൻ നടക്കുവോ? ഫളില് പറയാണത്രേ. ഇപ്പൊ ഇതാ ജ്യേഷ്ഠന്റെ അതേ മാർഗത്തിൽ അനുജനും തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ആ ആദ്യം പ്രസംഗിച്ച മൂല്യാരിലെ ഇയാളെ പോലെയുള്ള ആളുകൾ ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രസംഗിച്ച് ഇമാമുമാരുടെ അനുഭവങ്ങൾ തെളിവായി പറഞ്ഞു കൊടുക്കുകയാണ്. എന്തപ്പോ നേട്ടമുണ്ടായത്? ഓരോന്നിങ്ങനെ പൊട്ടി മുളക്കുകയാണ്. എന്തെല്ലാം തരത്തിൽ ആളുകളാണ് സോഷ്യൽ മീഡിയയിൽ. കുറേ ഉണ്ട്. വിമർശിക്കാനാണെങ്കിൽ നമുക്ക് അതിനേ നേരമുള്ളൂ. ഏലസ്, മോതിരം, പിന്നെ എന്തൊക്കെയോ കുറെ സാധനം. അതിൻ്റെ പുറകെ കുറെ കള്ളത്തൊരീക്കത്തുകാര്. ഏതെല്ലാം ടൈപ്പ് തൊരീക്കത്തുണ്ടെന്നറിയോ? എന്തിനു വേണ്ടിയാ ഇതൊക്കെ? ദുനിയാവിൽ എങ്ങനെയെങ്കിലും ജീവിക്കണം. ഇപ്പൊ ജ്യേഷ്ഠൻ പരിപാടി തുടങ്ങി വലിയ ആൾക്കൂട്ടമായി കോടികളാണ് വരുന്നത്. അത് കണ്ടിട്ട് അനുജനും തുടങ്ങിയിട്ടുണ്ട്. അനുജനും ഫള് പറയുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിന്റെയും അവിടുത്തെ ഹബീബിന്റെയും ശുഹദാക്കളുടെ ഒക്കെ കറാമത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈർ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പിന്നെ എന്റെ കൂടപ്പിറപ്പിങ്ങൾ ഫള് പറയാൻ വന്നിട്ടുണ്ട്. വലിയൊരു ഫള് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആഫിയത്തും ആരോഗ്യം അള്ളാഹു നൽകട്ടെ ഇൻഷാ അല്ലാഹ്. പിന്നെ ഇവർക്ക് ഇവിടെ ഫള് കിട്ടി വന്നത് പാണ്ടിക്കാടിന്റെ മണ്ണിലേക്ക് അഹ്ലുബൈത്തിനെ കാണാൻ വന്നപ്പോ അള്ളാഹു കൊടുത്ത വലിയ ഫളാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് ഇവിടെ വന്നപ്പോ ഫള് കിട്ടിയ എന്താണ് പ്രശ്നം? ഇവിടെ വന്ന് ചെയ്തു. അൽഹംദുലില്ലാ. അപ്പൊ എങ്ങനെയുണ്ട്? ഒന്നുമില്ല അല്ലെ? ഭർത്താവിന് ചങ്കില് വലിയ മുഴയായിട്ട് അവിടെ വന്നപ്പോ അത് മാറി, ക്യാൻസർ മാറി എന്നാ പറയുന്നത്. ഇത് മാറിയിട്ടുണ്ടെങ്കിൽ തന്നെ എന്തിനാണ് ഇത് വീഡിയോ പിടിച്ച് ജനങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത്? എന്തിനാ നിങ്ങൾ ഇത് ചെയ്യുന്നത്? ഇത് കണ്ടിട്ട് അടുത്ത ആള് വരണം, അതിനല്ലേ? കാശ് കിട്ടണം, അതിനല്ലേ? ഇതാ പറഞ്ഞത്. അഹ്ലുബൈത്തിന്റെ അടുത്ത് വന്നപ്പോഴേക്കും ഞാൻ അഹ്ലുബൈത്തിനെ നിസാരപ്പെടുത്തുന്നതല്ല. അഹ്ലുബൈത്ത് സത്യമാണ്, അവരാദരിക്കപ്പെടേണ്ടവരാണ് എന്ന് കരുതിയിട്ട് സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന, മതത്തെ അതിന് ബലിയാടാക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ വിമർശിക്കാൻ പാടില്ല എന്നൊന്നും ഇസ്ലാമിലില്ല. അവര് കാണിക്കുന്ന എല്ലാത്തിനെയും മിണ്ടാതെ സമൂഹം സഹിച്ചുകൊള്ളണം എന്ന് നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുമില്ല. എന്തെല്ലാമാണ് ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ നൂറെ അജ്മീർ ആണെങ്കിൽ അനുജൻ ഇപ്പൊ നൂറെ ഏർവാടിയാണ്. ഓരോ മഹാരഥന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹത്തായ സ്ഥലങ്ങളുടെ പേരുപയോഗിച്ചിട്ട് സമൂഹത്തെ ദുരുപയോഗം ചെയ്യാൻ. ഇങ്ങനെ സമൂഹത്തെ ദുരുപയോഗം ചെയ്യുന്ന ആളുകളോട് പറയട്ടെ, അഹ്ലുബൈത്തിനെ അല്ല ഞങ്ങൾ എതിർക്കുന്നത്. ആ അഹ്ലുബൈത്ത് എന്നതിനെ കച്ചവടത്തിന് വെക്കുന്നതിനെയാണ്. അതിലൂടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇതിങ്ങനെ പരസ്യപ്പെടുത്തുന്നത്. മറ്റേ മൂപ്പർ എന്തെല്ലാം ഇവിടെ പറഞ്ഞു. പച്ച കുഫുറു പറഞ്ഞിട്ടില്ലേ? ശുദ്ധ തോന്യാസം പറഞ്ഞിട്ടില്ലേ? അതിനൊക്കെ പിന്തുണ കൊടുത്തതാരാ?
തലയെ കെട്ടിയ ചില മൂല്യാക്കന്മാര്, ചില മൂല്യാക്കന്മാര് കാശ് കിട്ടുമെന്നറിയുമ്പോൾ ദീനൊന്നും പ്രശ്നമല്ല, അവർ പോയി പ്രസംഗിച്ചു കൊടുക്കാൻ. അത് തന്നെയാ നമ്മൾ ആദ്യം കേട്ടതും. ഇമാം ഗസാലി റഹിമഹുള്ളയുടെ ചരിത്രം പറയുന്നു, ഗസാലി ഇമാമിന് ജിന്ന് ഖിദ്മത്ത് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇവരുടെ ജിന്ന് മഹ്ലറ ശരിയാണെന്നാണ് ഈ സ്ഥാപിക്കുന്നത്. അങ്ങനെ പറ്റുമോ ഇസ്ലാമിൽ? ജിന്ന് മഹ്ലറ എന്ന് പറയുന്നതിനെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്നാണോ? ജിന്നുകളുമായിട്ടുള്ള സഹവാസത്തെക്കുറിച്ച് ഞാൻ കിതാബുകൾ ഉദ്ധരിച്ച് വായിച്ചില്ലേ? അത് നല്ലതാണോ മോശമാണോ എന്ന് ചോദിച്ചപ്പോ ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി റഹിമഹുല്ല പറഞ്ഞത് അത് മോശമാണ് എന്നല്ലേ. എത്രയെത്ര കിതാബുകൾ. എന്നിട്ട് ഈ തലേക്കെട്ടുകാര് ഇവിടെയൊക്കെ പോയി എന്തെങ്കിലും പോക്കറ്റ് മണി കിട്ടുമ്പോഴേക്കും അത് വലിയ സംഭവമാക്കാണ്. എന്നിട്ട് അത് കൊണ്ടുവന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഇതാ ഞങ്ങളുടെ ജിന്നു മഹ്ലറയെ വളർത്തിയ ആളുകൾക്ക് നന്ദി. വളർന്ന കോലം ഞങ്ങൾക്കറിയാം, എന്തായിരുന്നു ആ മീറ്റിംഗിൽ സംഭവിച്ചത് എന്നും അറിയാം. പക്ഷെ അതൊന്നും നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ട് പറയാത്തതാണ്. വീഡിയോ സഹിതം എൻ്റെ കയ്യിലുണ്ട് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന്. അതിലേക്കൊന്നും ഞാൻ പോകുന്നുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിൽ ചില ആളുകൾ ഒരു വിവരവും ഇല്ലാതെ പച്ച ഷാളൊക്കെ, ഇപ്പൊ നമുക്കും പറ്റും ഇതൊക്കെ. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും വിമർശിച്ചാൽ പറയുന്നത് എന്താ? സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള വരുമാനത്തിന് വേണ്ടിയാണെന്നാണ്. എത്ര വരുമാനം കിട്ടുമെന്ന് നിങ്ങളും സോഷ്യൽ മീഡിയയിലെ വരുമാനം വാങ്ങിക്കുന്ന ആളുകളല്ലേ? ഇപ്പൊ നൂറെ ഹബീബ് നടത്തുന്ന മൂപ്പരെ വിമർശിച്ച അപ്പൊ പറയുന്നത് സോഷ്യൽ മീഡിയയിലെ വരുമാനത്തിന് വേണ്ടിയാണെന്നാണ്. ആ വരുമാനത്തിന് വേണ്ടിയാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നിങ്ങളെ പൊക്കി പറഞ്ഞ, നിങ്ങളുടെ മജ്‌ലിസിൽ പങ്കെടുത്ത ഞങ്ങൾക്കും കിട്ടൂലേ? ഇപ്പൊ ഒരു പച്ച ഷാളൊക്കെ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇട്ടിട്ട് നിങ്ങളുടെ അടുത്ത് വരാം. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ നീട്ടിപ്പരത്തി വാതൊക്കെ പറയാം. അഹ്ലുബൈത്ത് എന്ന ഒന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ അതിനെന്താ നിൽക്കാത്തത്? കാശിന് വേണ്ടിയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്ന് മറ്റേ മൗലിയാക്കന്മാരൊക്കെ പൊക്കി പറയുന്നത് പോലെ നിങ്ങളുടെ അടുത്ത് വന്ന് കുറെ പറഞ്ഞ ഞങ്ങൾക്കും കിട്ടൂലേ? ഞങ്ങൾ ഇതിനെ എതിർക്കുന്നത് എന്താ? ഇത് അള്ളാഹുവിന്റെ ദീനിനെതിരാണ്, സമൂഹത്തെ ചൂഷണമാണ്. അതിനെയാണ് എതിർക്കുന്നത്. വിശ്വാസികളെ, നിങ്ങൾ ഇത് കേട്ടോളണം. ഈമാനാണ് നഷ്ടപ്പെടുന്നത്, സമ്പത്താണ് ചൂഷണം ചെയ്യുന്നത്. എന്തെല്ലാം പേരില യതീം മക്കളെ വളർത്തുന്നുണ്ട്, നല്ല കാര്യമാണ്. ദർസ് നടത്തുന്നുണ്ട്, നല്ല കാര്യമാണ്. അതിനെ ഒന്നും നമ്മൾ എതിർക്കുന്നില്ല. സ്വലാത്ത് മജ്‌ലിസിനെയും എതിർക്കുന്നില്ല. പക്ഷെ അതിൻ്റെ പേരിൽ വിവരക്കേട് പറയുന്നതിനെ, ഇസ്ലാം വിരുദ്ധത പറയുന്നതിനെ, ഇസ്ലാം വിരുദ്ധത പ്രവർത്തിക്കുന്നതിനെ അതിനെയൊക്കെ ചൂണ്ടിക്കാണിക്കും. അത് ചൂണ്ടിക്കാണിക്കുമ്പോഴേക്കും മറുപടി പറയാൻ വരുന്ന മൗലിയന്മാർ വേറെന്തെങ്കിലും പ്രസംഗിച്ചിട്ട് ഇത് ശരിയാണെന്ന് സ്ഥാപിച്ചു കൊടുക്കാൻ. വിശ്വാസികളെ, ഉള്ള ഈമാൻ കൊണ്ട് ജീവിച്ചോ, ഉള്ള ഇസ്ലാം മുറുകെ പിടിച്ച് ജീവിച്ചോ. അതിലപ്പുറത്തേക്ക് പോയാൽ ഇവരൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പലതും തട്ടിയെടുക്കും, പലതും ചാമ്പിയെടുക്കും. സൂക്ഷിച്ചോളണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.